ഹായ് ഗൈസ്, എജുപോർട്ടിന്റെ +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ബാച്ചിലിട്ട് എങ്ങനെ ജോയിൻ ചെയ്യണമെന്നും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ക്ലാസ്സുകളെന്നും എജുപോർട്ട് ആപ്പ് എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത്തവണ സേ എക്സാം രക്ഷപ്പെടുകയും പാസ്സാവുകയും ഇംപ്രൂവ്മെന്റ് എക്സാം ആണെങ്കിൽ നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റുമെന്നും ഞാൻ കാണിച്ചു തരാം. സോ ആദ്യം തന്നെ നിങ്ങൾ എജുപോർട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, sayexam.eduport.app എന്ന് പറഞ്ഞ വെബ്സൈറ്റിലോട്ട് പോകുന്നു. ആ വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഹോം പേജിലോട്ട് എത്തിപ്പെടാൻ പറ്റും. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് താഴെ ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ജോയിൻ നൗ ക്ലിക്ക് ചെയ്യുന്നു. ജോയിൻ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിം നിങ്ങൾ ഫുള്ളായിട്ട് അടിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാർ അടിക്കുന്നുണ്ട്, സാറിൻ്റെ പേര് സുഹൈൽ. ഇനി ഫോൺ നമ്പർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ഫോൺ നമ്പർ എന്തായിരിക്കണം, OTP വരുന്ന രജിസ്റ്റേർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഫോൺ നമ്പർ ആയിരിക്കണം. റീചാർജ് ചെയ്യാത്ത നമ്പേഴ്സ് ഇവിടെ കൊടുക്കാൻ പാടില്ല കേട്ടോ. ഈ നമ്പറിലായിരിക്കും എജുപോർട്ടിൻ്റെ ആപ്പ് അൺലോക്ക് ആവുക. അപ്പോൾ ഞാനവിടെ വെറുതെ ഒരു റാൻഡം ആയിട്ട് ഞാനൊരു നമ്പർ കൊടുക്കുന്നു. ആൻഡ് സെലക്ട് കോഴ്സ് എന്നുള്ളത് ഞാനിപ്പോൾ സയൻസ് ആയതുകൊണ്ട് ഞാൻ സയൻസ് എടുക്കുന്നു. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ സയൻസ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഓപ്ഷനിലാണ്. നിങ്ങൾ ഒരു സബ്ജക്റ്റിന് മാത്രം പൈസ അടച്ചാൽ മതി. നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ എടുക്കുന്നത് ആ സബ്ജക്റ്റിന് മാത്രം നിങ്ങൾ പൈസ അടച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ സാർ ഇപ്പോൾ മാത്സ് മാത്രം സെലക്ട് ചെയ്തു. അപ്പോൾ സാറിന് 999 മാത്രമാണ് ഫീസ് ഉണ്ടാവുക കേട്ടോ. സാറ് പർച്ചേസ് കൊടുക്കുന്നു. അപ്പോൾ ഇൻവാലിഡ് നമ്പർ, അപ്പോൾ ഫോൺ നമ്പർ സാറെ നമ്പർ തന്നെ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. സാറെ നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതുകൊണ്ട് സാറിന് കുഴപ്പമൊന്നുമില്ല. 9778412573. നിങ്ങൾക്ക് എന്താ സംശയം ആ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചോട്ടെ, നോ പ്രോബ്ലം. അപ്പോൾ മുന്നോട്ട് പോകാം. പർച്ചേസ് പോകുമ്പോൾ ഒരു എമൗണ്ട് ഒക്കെ കാണിക്കും, കൺഫേം ആൻഡ് പേ എന്ന് കാണിക്കും. പിന്നെ സാധാരണ നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ സാധാരണ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ ചെയ്യാറില്ല, അതേപോലെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഈ UPI അവിടെ ഈ സ്കാനിങ് ഈ QR എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെ ഫോണിൽ സ്കാൻ ചെയ്തിട്ട് പേ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ തന്നെ UPI ഉണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് UPI ഉപയോഗിക്കാം. ഇനി കാർഡുകൾ ഉപയോഗിക്കാം, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും യൂസ് ചെയ്യിക്കാം. നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാം. ഇനി വാലറ്റ് ആമസോൺ പേയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലെയുള്ള അതിൻ്റെ വാലറ്റ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടിന്യൂ ചെയ്താൽ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നിങ്ങളെ ആപ്പ് അൺലോക്ക് ആവും. 1 hour എജുപോർട്ട് ആപ്പ് അൺലോക്ക് ആയ ഒരു കൺഫർമേഷൻ മെസ്സേജ് നിങ്ങൾക്ക് വരും. മെൻറ്റർ നിങ്ങൾ ഒരു 24 മണിക്കൂറിലേ കണക്ട് ചെയ്യുള്ളൂ. കാരണം മെൻറ്റേഴ്സിന് എന്ത് ചെയ്യണം, നിങ്ങളെ നമ്പർ അസൈൻ ചെയ്ത് അവർ നിങ്ങളെ വിളിക്കണം. ഒരു 24 hour നിങ്ങളെ മെൻറ്റർ ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ബാച്ചിൽ ലോഗിൻ ചെയ്തു കഴിഞ്ഞു കേട്ടോ, നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ടോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ടോ എജുപോർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് ആപ്പ്. അപ്പോൾ എടുത്തു കഴിയുമ്പം ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കും, അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങളോടൊരു ബാച്ച് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ എവിടെ സെലക്ട് ചെയ്യുന്ന അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു പേജിലോട്ടാണ് പോവുക. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, ക്ലാസ് 12 സേ ആൻഡ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. ആ സെപ്പറേറ്റ് സെക്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിങ്ങൾ സയൻസ് ആണ് സയൻസ്, കൊമേഴ്സ് ആണ് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ആണ് ഹ്യൂമാനിറ്റീസ്, സാറ് സയൻസ് എടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഹോം പേജ് ഉണ്ടാവുക. അതിൽ നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ് പേ ചെയ്ത് ആ സബ്ജക്റ്റ് മാത്രമായിരിക്കും അൺലോക്ക് ആവുക. ഫോർ എക്സാമ്പിൾ സാർ ഇപ്പോൾ മാത്സ് എടുത്തത്, സാർ ഇപ്പോൾ നിലവിൽ ഈ കാണിക്കുന്ന ടാബിൽ എന്തില്ല, അൺലോക്ക്ഡ് അല്ല കേട്ടോ, ഒരു നമ്പർ അൺലോക്ക്ഡ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെയല്ല എനിക്ക് ഇവിടെ ഉണ്ടാവും, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മാത്സ് കാണണമെങ്കിൽ മാത്സിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്സിൻ്റെ ബൂട്ട് ക്യാമ്പ് ഉണ്ട്, മാത്സിൻ്റെ ഫൗണ്ടേഷനാണ് ബൂട്ട് ക്യാമ്പ്. പിന്നെ മുഴുവൻ ചാപ്റ്റേഴ്സും ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ ലാസ്റ്റ് 15ാമതായി നോക്കിക്കഴിഞ്ഞാൽ 1 ഷോട്ട് കാണാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുൾ 1 ഷോട്ട്സ് അവിടെ അവൈലബിൾ ആണ്. അടുത്തത് മാത്സ് ക്രൂസേഡർ, നമ്മുടെ പ്രിൻസാർ ഉണ്ട് മാത്സ് ക്രൂസേഡർ. സാറ മാത്സ് ഒക്കെ കംപ്ലീറ്റ് ഇതിൽ ഓൾറെഡി പ്രൊവൈഡഡ് ആണ് കേട്ടോ. ഇനി അതല്ല ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിലൊക്കെ ഇങ്ങനെ തന്നെ അടിയിൽ 1 ഷോട്ട് അവൈലബിൾ ആണ്. ഇല്ല അതിലെന്തുണ്ടായിരിക്കും, അയ്യോ ബയോളജി ഉണ്ടായിരിക്കും, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരിക്കും, കെമിസ്ട്രി ഉണ്ടായിരിക്കും, ആൻഡ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. ഇത്രയും സബ്ജക്ട്സ് ആണ് നമ്മൾ സയൻസിൽ ഓഫർ ചെയ്യുന്നത്. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ആ സബ്ജക്ട്സ് അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇനി താഴെ റിസോഴ്സസ് നിങ്ങൾക്ക് കാണാം. അവിടെ ലൈവുകളുടെ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്നാണ് ലൈവ് വരാനുള്ളത് കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ കഴിഞ്ഞു പോയ ലൈവ്സ് ഒക്കെ സ്ട്രീംഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഒന്നും ഇല്ലാത്തത് പേടിക്കേണ്ട, സാർ എന്ത് ചെയ്തില്ല, ഈ ഇതിൽ നമ്പറിൽ പർച്ചേസ് ചെയ്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ടുണ്ടാവും. ഇനി നോട്ട്സ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും താഴെ റിസോഴ്സസ് എന്ന സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ഫോളോ ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു PDF അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ രീതിയിലുള്ള PDF നിങ്ങൾക്ക് മെൻറ്റേഴ്സ് അയച്ചു തരും. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് ദിവസം ഏത് സബ്ജക്റ്റ് ആയിരിക്കും ലൈവ് എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്സ് ഇംപ്രൂവ്മെൻറ്റിന് കൊടുത്തൊരു സ്റ്റുഡൻറ്റിന് June 1 മാത്സ് ആണ്. അപ്പോൾ മാത്സിൻ്റെ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ആൻഡ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി 2 പാഠങ്ങൾ ഷാമിൽ സാറാണ് എടുക്കുന്നത് 4 മണിക്ക്. ഓക്കെ, അതിപ്പോൾ കഴിഞ്ഞു പോയി, ഞാൻ സാർ എക്സാമ്പിൾ കാണിക്കുകയാണ് കേട്ടോ. 4 മണിക്ക്. അപ്പോൾ എന്താ അതിനർത്ഥം,
അതിൻ്റെ മുമ്പ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടും. നിങ്ങൾ മാത്സ് മാത്രം ഇമ്പ്രൂവോ സേവോ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ 1-ാം തീയതി മുമ്പേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 30-ാം തീയതി 31-ാം തീയതി മേ ബി അതിൻ്റെ മുമ്പൊക്കെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സബ്ജക്ട്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മറ്റൊരു എക്സാമ്പിൾ വരാം, ഇനി നടക്കാൻ പോകുന്ന എക്സാമ്പിൾ. 12-ാം തീയതി ജൂൺ 12-ന് മാത്സിൻ്റെ ഇൻ്റഗ്രൽസ് ഉണ്ട്. വലിയ ടഫ് ചാപ്റ്റർ അല്ല, ഇൻ്റഗ്രൽസും ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസും ഉണ്ട്. പ്രിൻസ് സാർ, നമ്മുടെ മാത്സ് ഉസയുടെ സാറാണ്. 4 മണിക്കാണ് ലൈവ്. അത് എഡ്യൂപോർട്ട് ആപ്പിൻ്റെ എവിടെ ലഭിക്കും, ഈ ലൈവ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ലൈവ് വരും കേട്ടോ. ആ ടൈം ആകുമ്പോൾ അവിടെ വരും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി സൂമിലോട്ട് പോകും. നല്ല കിടിലൻ ക്ലാസ്സാണ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോവാം. അപ്പോൾ ഇനി അടുത്ത സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെപ്പോൾ പഠിക്കണം എന്നല്ലേ പറഞ്ഞുതരാം. അപ്പോൾ മാത്സ് 12-ാം തീയതി മാത്സ് ആട്ടോ സാറ് പറഞ്ഞത്. 12-ാം തീയതി മാത്സിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് അതിൻ്റെ തലേ ദിവസം നോക്ക്. തലേ ദിവസം ഇംഗ്ലീഷാണ്, കെമിസ്ട്രിയാണ്. ആ ദിവസം നിങ്ങൾ മാത്സ് നിങ്ങൾക്ക് ഇല്ലയെന്ന് വിചാരിക്കും. നിങ്ങൾ മാത്സ് പഠിക്കുന്നില്ല, നിങ്ങൾക്ക് മാത്സ് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. സോ നിങ്ങൾക്ക് എന്തുണ്ട്, 9-ാം തീയതി മാത്സ് കഴിഞ്ഞാൽ 10-ാം തീയതിയും 11-ാം തീയതിയും ഗ്യാപ്പ് ഉണ്ട്. ഈ 10ഉം 11ഉം കെമിസ്ട്രി ഇംഗ്ലീഷാണ്. ആ ദിവസം നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സ് റിവൈസും ചെയ്യാം. ഇനി വരാൻ പോകുന്ന മാത്സ് 12-ാം തീയതി ജൂണിൻ്റെ ഇൻ്റഗ്രൽസും ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസും എഡ്യൂപോർട്ട് ആപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ കൃത്യമായി കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന നോട്ട്സോ ഇനി യൂട്യൂബിലെ ക്ലാസ്സോ ഒക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇനി അത് പഠിക്കാൻ വേണ്ട താഴത്തുള്ള റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഈ 12-ാം തീയതി ഇൻ്റഗ്രൽസ് ലൈവിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ആപ്പിലുള്ള എല്ലാ റിസോഴ്സും യൂസ് ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ റിസോഴ്സും യൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ലൈവിന് വരുന്നു. 4 മണിൻ്റെ ലൈവ് വന്നാൽ പ്രിൻസാർ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ തരും. ആൻഡ് ഡൗട്ട് ക്ലിയറൻസ്, നിങ്ങൾക്ക് ഡൗട്ട് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യും. മാക്സിമം ചോദ്യങ്ങളെയും ആൻഡ് ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ പറഞ്ഞുതരും. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പുലികളാവും. അപ്പോൾ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഓൾറെഡി ഒന്ന് പഠിച്ചിട്ട് ലൈവിൽ വന്നാൽ നല്ലതാവും. ചില കുട്ടികൾ എന്ത് വിചാരിക്കും, ലൈവ് കണ്ടിട്ട് പിന്നെ പോയി റെക്കോർഡ് കാണാം. അല്ല, റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് ലൈവിന് വന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവ്നെസ് കൂടും. അത് പ്രൂവൺ ആണ്, ദയവേത് അങ്ങനെ ചെയ്യുക. ഇനി എല്ലാ ദിവസവും വൈകിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, വൈകിട്ട് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ നമ്പേഴ്സും അതിൻ്റെ ടൈമൊക്കെ നിങ്ങളെ മെൻറ്റേഴ്സ് നിങ്ങൾക്കൊരു ഇമേജ് ആയിട്ട് അയച്ചു തരും കേട്ടോ. ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാരണം ആ നമ്പർ ലീക്ക് എല്ലാവരും അതിൽ ഡൗട്ട് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും, ആ ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടാവും, മറ്റുള്ള ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ നമ്പറിൽ മെസ്സേജ് ഡെയിലി ഡൗട്ട് ചോദിക്കാം. ഒരു കുഴപ്പമില്ല, എത്ര ഡൗട്ട് വേണമെങ്കിൽ ചോദിക്കാം. ആ ടൈമിലുള്ള നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായി സാർമാർ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തന്നിരിക്കും കേട്ടോ. റെഡി. അപ്പോൾ എഡ്യൂപോർട്ട് ആപ്പ് പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യുക. ഇനി എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻറ്റേഴ്സിനോട് ചോദിക്കുക, അവർ പറഞ്ഞൊരു എഡ്യൂപോർട്ട് ആപ്പിനെ കുറിച്ച്. സോ പ്രോപ്പറായി പഠിക്കുക മക്കളെ. ഒരു മാസം നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് പഠിച്ച് പാസ്സാവാൻ പറ്റും. ആ സമയം നിങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾ ദയവ് ചെയ്ത് വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ദൈവം തന്ന അവസരമായി നിങ്ങൾ കാണാം. സേവ് എ ഇയർ, ഒരു വർഷം നിങ്ങൾ ലാഭിക്കാൻ പോവുകയാണ്. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്കും, എല്ലാവരും പാസ്സും ആവട്ടെ.